ഈ എടത്തല ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നമ്മുടെ എടത്തല പഞ്ചായത്തിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ഈ ഹോട്ടലിൽ വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നിലവിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. വയറ് നിറച്ച് കഴിക്കാൻ, നല്ല തൃപ്തിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് ഇത്രയും നാളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫുഡ് നല്ല ഫുഡാണ്. അവർക്ക് വീട്ടിലിപ്പോൾ ചോറും കറി ഉണ്ടാക്കണത് നല്ല ഇതാണ്, നല്ല നല്ല ഫുഡാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് വാങ്ങിക്കുന്നത്. ഞാൻ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വീട്ടുമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം ചേച്ചിയുടെ ഊണാണ് കഴിക്കാറ്. നല്ല ഫുഡാണ്, നല്ല വെജിറ്റബിൾസ്, നല്ല തോരൻ, സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി എല്ലാം നല്ല ടേസ്റ്റാണ്. ഞാൻ എന്നും ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇതാണ് എൻ്റെ ഈ അടുക്കള. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു 5 വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും നടത്തിക്കൊണ്ടുപോയി. അത് ജനകീയ ഹോട്ടലായിട്ടാണ് 20 രൂപയുടെ ഭക്ഷണം. അത് കഴിഞ്ഞിപ്പോൾ ഒരു 10 മാസത്തോളമായി ഞങ്ങൾക്കൊരു കട ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ പണിക്കാർക്ക് പോയി. ഞാൻ തരിച്ചാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. വെളുപ്പിന് ഒരു 4:45 ഞാൻ വരും. വന്ന് അരി അടുപ്പത്തിട്ട് സാമ്പാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മീൻചാറ്, ഇതാണ് മീൻചാറ്. ഉണ്ടാ മീൻചാറ് എന്ന് പറയുമ്പോൾ മീനാണ്, ചാറെന്ന് പറയാൻ പറ്റൂല. ഉണ്ടാ ഇത് മീൻ കറി എന്നും പറഞ്ഞ് നമുക്ക് ഹോട്ടലിൽ ചെന്നാൽ കിട്ടുന്ന സാധനമാണ്. ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു കഷ്ണം ഇത്തിരി ചാറും ഫ്രീ ആയിട്ട്. അപ്പോൾ ഒരു ചോറ് മേടിച്ചാൽ നമുക്ക് ഈ ഒരു കഷ്ണം മീനിൻ്റെ ചാറും സാമ്പാർ, ചിലപ്പോൾ 2 സൈസ് തോരനുണ്ടാവും, ചിലപ്പോൾ ഒരു സൈസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പഞ്ചായത്തിൽ വരുന്ന ആളുകളൊക്കെ 5 ഊണ് 6 ഊണ് വിൽക്കതും ഗ്യാസ് ഇല്ലെങ്കിലൊക്കെ എന്നെയാണ് ആശ്രയം. എല്ലാവർക്കും സുഖമായിട്ട് ഇങ്ങനെ വന്ന് നിസ്സാര കാഴ്ചയിൽ തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ 7 വർഷമായി. പരിപ്പ് കഷ്ണങ്ങൾ കരിഞ്ഞ് കുക്കറിൽ വേവിച്ച് വെണ്ടക്ക, തക്കാളി, ഒരു ഇത്തിരി മത്തങ്ങ, കുറച്ചും കൂടി ഉരുളക്കിഴങ്ങിട്ട്, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, കായം, ഉപ്പ് എല്ലാം ഇട്ട് പടപ്പത്ത് വെച്ചാക്കല്. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പരിപ്പ് വേവിച്ച് വെച്ചാക്കണത് ഇതിലേക്ക് ഇട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് സാമ്പാർ പൊടി ഇട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ താളിക്കും. കടുക്, ഉലുവ അത് പൊട്ടിച്ച് ഇത്തിരി കൊല്ലമുളകും പൊട്ടിച്ചൊഴിച്ച് താളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി ഉലുവ പൊടിയിടും. ആ ഉലുവ പൊടി ഇടുമ്പോൾ ആ സാമ്പാറിൻ്റെ നല്ലൊരു സ്മെല്ലിങ്ങോട് വരുന്നത്. ഇതിനകത്തൊരു വട്ട സാമ്പാർ ശരിയാക്കിയാൽ നമുക്ക് 105 സാമ്പാറുകൾ പൊതി കിട്ടും. അങ്ങനെ ബോർഡ് നമ്മളെന്ന് പറയുന്നത് ഗവൺമെൻറ് ഇപ്പോൾ 35 രൂപ മേടിക്കാനാണ് പറഞ്ഞേക്കണത്. സബ്സിഡി എടുത്ത് കളഞ്ഞതിൻ്റെ പേരിൽ. പക്ഷേ ആ 35 എന്ന് പറഞ്ഞാൽ ആരും തരൂല, 30 തരും. ആ 30-നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൽ നമുക്ക് ക്യാരറ്റ് അല്ല ബീറ്റ്റൂട്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് വേണം, താളിക്കാനുള്ള സവാളാണ് നമ്മൾ എടുക്കുന്നത്. 5 കിലോ മതി, 10 കിലോ ആയിരിക്കും. ഒരു 5 കിലോ.
ജനിയ ഹോട്ടലിൻ്റെ ഭക്ഷണങ്ങൾ വളരെ വില കുറച്ച് അത് ആൾക്കാർ പല രീതിയിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട്. പുറത്തുള്ളവർ വാങ്ങിക്കുന്നുണ്ട്, പണിക്കാർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ സാമൂഹ്യ പ്രവർത്തനം പോലെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ ഇവിടെ ഇപ്പോൾ ഭക്ഷണം വയ്യാതെയൊക്കെ വന്ന ആളുകൾക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് നമ്മൾ ചോറ് കൊടുക്കും. വിശന്ന് വന്ന ആളുകളല്ലേ. ഇപ്പം ആ പുള്ളി ഒരു 35 രൂപ ഊണ് കൊടുക്കാനാണ് ഗവൺമെൻറ് പറഞ്ഞേക്കണം. പക്ഷെ ഞാൻ 30 രൂപ മേടിക്കണുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് പിടിച്ച് നിൽക്കാനുള്ളൊരു ഇതില്ല. കാരണം ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. നല്ല ചിലവായി. ഇപ്പോൾ 1 കിലോ വെണ്ടക്കതല്ല, 1 കിലോ സവാള 80 രൂപയാണ്. പിന്നെ അരി ഇപ്പോൾ ഓരോ ആഴ്ചയും അരിക്ക് വില കൂടുതലാണ്. ഇതിൽ നിന്ന് നമുക്കൊരു ചായ കുടിക്കാൻ പോലും കാശ് കിട്ടൂല. രാവിലെ വരാം. പിന്നെ ഈ വയസ്സാം കാലത്ത് നമുക്കൊരു ചടഞ്ഞുകൂടി ഇരിക്കണ്ടല്ല, ഒരു എക്സർസൈസ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഈ പാവപ്പെട്ട ആളുകൾ വന്നു അന്നേരം ചോറ് ചേച്ചി വിശക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്രീ അത് കൊടുക്കും. വൈകുന്നേരം ആക്കി ചേച്ചി വീട്ടിൽ പോകുമ്പോൾ വെറും കയ്യോടെ പോകും. എന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വെച്ചാൽ കയ്യിൽ കടമാണ്, കടത്തിലാണ് മുന്നോട്ട് പോകുന്നത്.